അപ്പൊ ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിട്ടും അത് നമുക്ക് നാശമായിരിക്കും. ഈ രംഗത്ത് ഈ പ്രസ്ഥാനമാണ് നേതൃത്വം നൽകേണ്ടത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് SKSF. ആ SKSFനെയും ചെറുതാക്കാൻ വേണ്ടി ആരും ശ്രമിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഉപശാഖകളെ അല്ലെങ്കിൽ അതിന്റെ മറ്റു ശാഖകളൊക്കെ ഇല്ലാതെയാക്കാനല്ല ശ്രമിക്കേണ്ടത്. വിശുദ്ധമാവുന്ന ഈ ദീൻ, ആ ദീനിനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒരു കടമയാണ്. ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ശരീഅത്ത്, ഈ ദീനിനെ അല്ലാഹു ആവുന്ന ഞാൻ അതിനെ അവതരിപ്പിച്ചു. ഓരോ കാലഘട്ടത്തിലും അതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ദീനിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അത് അല്ലാഹുവിന്റെ റസൂൽ നേതൃത്വം നൽകിക്കൊണ്ട് മഹാന്മാരാകുന്ന സഹാബത്ത് അതിനിക്ക് പിന്തുണ കൊടുത്തു. അവരെല്ലാ നിലക്കും പിന്തുണ കൊടുത്തു. സമ്പത്തുള്ളവർ സമ്പത്ത് കൊണ്ട് പിന്തുണച്ചു. അതുപോലെ അവരെ ഇൽമ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. അവരുടെ സർവ്വസേവനം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അവരിലേക്ക് പിന്നെ കൊത്തിവെക്കപ്പെട്ട ആ പ്രത്യേകമാവുന്ന നൂറ്, ആ നൂറ് ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകത്തിന്റെ പല ഭാഗത്തു ചെന്ന് വിശുദ്ധമായ ഈ ശരീഅത്തിന് വേണ്ടി, അതായത് ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോ ആദർശങ്ങളോ അതിന്റെ ആചാരങ്ങളൊക്കെ ഈ ഇവിടെ പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി സഹാബത്ത് അവരിവിടെ പ്രവർത്തിച്ചു. ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ വന്നിട്ടുണ്ടെന്നും സഹാബത്ത് അതിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല സഹാബത്തിന്റെ ഖുബൂറുകളെ കൊണ്ട് നമ്മുടെ നാട് അനുഗ്രഹീതാണ്. പല സ്ഥലങ്ങളിലും മഹാന്മാരാവുന്ന സഹാബത്തിന്റെ ഖുബൂറുകളുണ്ട്. അപ്പോ ചരിത്രകന്മാർ എന്ത് പറഞ്ഞാലും മഹാന്മാരാവുന്ന മശായിഖന്മാർ പറഞ്ഞതനുസരിച്ച് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം മതം വന്നിട്ടുണ്ടെന്ന്. അതിനുശേഷം പല മഹാന്മാരും വിശുദ്ധമാകുന്ന ശരീഅത്തിനെ ഇവിടെ ഈ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു. മഹാന്മാർക്ക് ഇതിനടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, പിന്നെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ ഹദർ മൗത്തിൽ നിന്നും മറ്റുമൊക്കെ, മഹാനാവുന്ന ഇമാം നവവി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട്. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ മദ്ഹബ് അത് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്തോനേഷ്യന്റെ പല ഭാഗങ്ങളിലും തുടങ്ങി പല സ്ഥലങ്ങളിലും അത് പ്രചരിപ്പിക്കപ്പെടാൻ ഏറ്റവും അധികം സഹായിച്ചത് ഹദർ മൗത്തിലുള്ള മഹാന്മാരാവുന്ന സദാത്തുക്കള്. അവര് അതിന്റെ പ്രചരണമായിട്ട് ഇവിടെ വന്നു. അവരൊക്കെ ഷാഫി മദ്ഹബുകാരായിരുന്നു. അപ്പൊ ഷാഫി മദ്ഹബ് ആ നിൽക്കാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണമെന്ന് ഇമാം നവവി തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മുജിത്തഹിദീങ്ങൾ ആ ദീനിനെ സംരക്ഷിച്ചവരാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധമാവുന്ന ശരീഅത്തിന്റെ അഹ്കാമുകൾ റസൂലുള്ളാഹിയിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചതാണ്. അതിനെ പ്രകടമാക്കിക്കൊണ്ട് പുറത്തു കൊടുക്കുന്നവരാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജിത്തഹിദീങ്ങൾ. അപ്പൊ അത് ദീനിന്റെ ഒരു ഭാഗം തന്നെ. റസൂലുള്ളാഹിന്റെ കാലത്തിന് ശേഷം മഹാന്മാരാവുന്ന സഹാബത്തിന്റെ കൂടത്തിൽ മുജിത്തഹിദീങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുജിത്തഹിദാണ്. ഉമർ ഇബ്നു ഖത്താബ് മുജിത്തഹിദാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മുജിത്തഹിദീങ്ങളായിരുന്നു. അവർക്കൊക്കെ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ മുജിത്തഹിദാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മുജിത്തഹിദാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ അവർ മുജിത്തഹിദാണ്. ഇവരെന്ത് ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ, അവരെയാണ് മഹാന്മാരാവുന്ന സഹാബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലാക്കപ്പെടാൻ പറ്റാത്തതായ കാര്യങ്ങളിൽ അവർ പറഞ്ഞതിനെയാണ് അവർ സ്വീകരിച്ചത്. അതങ്ങനെ പോന്നു. അത് പിന്നീട് മഹാന്മാരാവുന്ന ഈ അയിമ്മത്ത് മുജിത്തഹിദീങ്ങളാവുന്ന ഇമാം ഷാഫി തങ്ങൾ, ഇമാം മാലിക് തങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരുടെ കാലഘട്ടത്തോടു കൂടി ഇനി മറ്റൊന്നിലേക്ക് മറ്റൊരാളും കയറി പറയേണ്ട ആവശ്യമില്ലാത്ത നിലക്ക് ആവശ്യമാവുന്ന എല്ലാ ഹുക്കുമുകളെയും ആ ഹുക്കുമുകളെ മനസ്സിലാക്കാനുള്ളതായ അതിന്റെ സംവിധാനങ്ങളിലേക്കൊക്കെ അവർ വെളിച്ചം വീശിക്കൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെ ആ ഹിദ്മത്ത് ഇവിടെ അവസാനിപ്പിച്ചത്.
ഇനി അവരുടെ ആ അത് പിൻപറ്റിയും കൊണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു നിൽക്കുകയാണ് പിന്നീട് വന്നതായ പലരും ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ സുന്നികൾ ചെയ്ത് പോന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഖുതുബ അറബി ഭാഷയിൽ കാര്യങ്ങൾ മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുൽ ഇസ്തിഗാസകളൊക്കെ ചെയ്തിരുന്നു. ഇതൊന്നും മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും എതിർത്തിട്ടില്ല. പിന്നീട് ഈ വിദഗ്ധ ആശയങ്ങൾ പല നിലക്കുകൂടെ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മാത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് മഹാന്മാരാവുന്ന അന്ന് ജീവിച്ചിരുന്ന കുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുലുലമായി വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി പറഞ്ഞു. വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഴി മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പല പ്രാവശ്യം പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. കുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പൊ അവരാണ് നേരത്തെ അത് അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ പിന്നെ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ പിന്നെ അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയ അന്ന് ജീവിച്ചിരുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാര് സംഘടിപ്പിച്ച് അവർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ. അപ്പൊ ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും, അത് നമുക്ക് നാശമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ദീനീ രംഗത്ത് ഈ പ്രസ്ഥാനമാണ് നേതൃത്വം നൽകേണ്ടത്. ആ നേതൃത്വത്തിനോട് പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ആ നേതൃത്വത്തിനെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഖിറത്തിൽ രക്ഷപ്പെടലല്ലേ, അല്ലാതെ ഈ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളല്ലല്ലോ. നമുക്ക് ആഖിറാണല്ലോ ഏറ്റവും വലുത്. അവിടെ രക്ഷപ്പെടണം. അവിടെ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് കാണിച്ചു തന്ന പ്രത്യേകമായ ഒരു തെരിയത്തുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ. ആ തെരിയത്ത് ആ വഴി അനുസരിച്ച് നമ്മൾ നീങ്ങണം. അതാണ് മുസ്തഖീമായ തെരിയത്ത് എന്ന് പറഞ്ഞത്. മുസ്തഖീമായ തെരിയത്ത് എന്താ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്ത മഹാന്മാരാവുന്നതായ അംബിയാ ഔലിയാ സാലിഹീങ്ങൾ അവരെ തെരിയത്ത്. ആ വഴിയിലെല്ലാം നമ്മൾ പോകണം. ആ വഴി എന്താന്നുള്ളതാണ് സമസ്ത കേരള ജമിയത്തുൽ. അപ്പൊ ഇതിൽ കൂടിയതുകൊണ്ട് വേറെ ഗുണമൊന്നും കിട്ടൂല. മരിച്ചാൽ ചിലവരുടെ ദുആയൊക്കെ കിട്ടും, മൈതിസ്കരിക്കാൻ വേണ്ടിയുള്ളതായ ഒരു അഭ്യർത്ഥനയൊക്കെ ഉണ്ടാവും, മൈതിസ്കാരം കിട്ടും. പിന്നെ ആഖിറത്തിൽ മഹാനാവുന്ന ശേഖൻ എപ്പോഴും പറയുന്നത് പോലെ മഹാന്മാര് നമ്മളെ കൈ പിടിച്ച് സുഖത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശൃംഖലയാണിത്, ഒരു വഴിയാണെന്ന് മനസ്സിലാക്കാം. ആ നിലയ്ക്ക് ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് SKSF. ആ SKSFനെയും ചെറുതാക്കാൻ വേണ്ടി ആരും ശ്രമിക്കണം. അവര് നല്ല പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ അറ്റം മുതൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവർ ചെയ്യുന്ന സേവനം, അവരുടെ വികായ പോലത്തെ സേവനങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടു അനുഭവിച്ചതും ആസ്വദിച്ചതും ഒക്കെ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഉപശാഖകളെ അല്ലെങ്കിൽ അതിന്റെ മറ്റു ശാഖകളൊക്കെ ഇല്ലാതെയാക്കാനല്ല ശ്രമിക്കേണ്ടത്. പൂർണ്ണമായി അതിനെ പിന്തുണച്ചുകൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ള നമ്മളോട് നമുക്ക് ആവശ്യമാവുന്ന ഭൗതികമാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടൊക്കെ നമ്മൾ കൂറുള്ളവരാവണം. അതിന് സംശയമില്ല. ആ നിലക്ക് ഒന്നും തന്നെ കേടുവരാത്ത നിലക്ക് നല്ല കൊണ്ടുപോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഇവിടെ ദീനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക. ആ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതോടുകൂടെ നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ മതേതരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതോടൊപ്പം നമുക്ക് ഏറ്റവും വലുത് വിശുദ്ധമായ ദീനാണ്. അപ്പൊ അവിടെ വഖഫിന്റെ പ്രശ്നം ഉണ്ടായി. ആ സമസ്ത ആദ്യം കേസ് കൊടുത്തത് അതില്ലേ. അപ്പൊ ആ നിലയ്ക്ക് കാര്യമുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നും കൊണ്ടിട്ട് പ്രവർത്തിക്കുകയും ഈ രാജ്യത്തുള്ള മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഒരു നിൽക്കും അതിനൊരു വിടുതലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ നിലക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് വിശുദ്ധമാവുന്ന ദീൻ അവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘടന. അതുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താനും ഇതിനുവേണ്ടി പ്രവർത്തിക്കാനും എല്ലാവരും തയ്യാറാവണം. അത് നല്ല നെയ്യത്തോടു കൂടി ചെയ്താൽ അത് ദീനിൻ ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ടും കൂടിയായിരിക്കും. അതിന് നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും.